നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഫുട്ബോൾ ലോകം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ലീഗുകളിൽ ഒന്നായി മാറാൻ സൗദി അറേബ്യൻ ലീഗിന് കഴിഞ്ഞിട്ടുണ്ട്. സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോയെ കൊണ്ടുവന്നതോടുകൂടിയാണ് ഫുട്ബോൾ ലോകത്തിന്റെ ശ്രദ്ധ സൗദി അറേബ്യൻ ലീഗിലേക്ക് തിരിഞ്ഞത്. അതിനുശേഷം നിരവധി സൂപ്പർ താരങ്ങളെ സ്വന്തമാക്കാൻ അവർക്ക് കഴിഞ്ഞിരുന്നു. നിലവിൽ നെയ്മർ ജൂനിയറും കരീം ബെൻസിമയും സാഡിയോ മാനയും ഒക്കെ സൗദി അറേബ്യൻ ലീഗിന്റെ താരങ്ങളാണ്. എന്നാൽ കൂടുതൽ മെച്ചപ്പെട്ട നിലയിലേക്ക് ഉയരാൻ തന്നെയാണ് ഇപ്പോൾ സൗദി ലക്ഷ്യം വെക്കുന്നത്. ഫൗണ്ടേഷൻ ശക്തിപ്പെടുത്താൻ അവർ ഇപ്പോൾ തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ ഭാഗമായിക്കൊണ്ട് സൗദിയിലെ 4th ഡിവിഷനിലേക്ക് യൂറോപ്പിൽ നിന്നും കൂടുതൽ യുവതാരങ്ങളെ എത്തിക്കാൻ അവർ തീരുമാനിച്ചിട്ടുണ്ട്. സെമി പ്രൊഫഷണൽ താരങ്ങളെയാണ് അവർ ലക്ഷ്യം വെക്കുന്നത്. യൂറോപ്പിൽ കളിക്കുന്ന ഏത് താരത്തിന് വേണമെങ്കിലും ഇതിന്റെ ഭാഗമാവാൻ സാധിക്കും. ഫുട്ബോൾ ജോബ്സ് എന്ന പ്ലാറ്റ്ഫോമിലൂടെയാണ് ഇതിനു വേണ്ടി അപ്ലൈ ചെയ്യേണ്ടത്. തിരഞ്ഞെടുക്കപ്പെടുന്ന താരങ്ങൾക്ക് വീടും കാറും ഇവർ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഇതിനു പുറമെ ആകർഷകമായ സാലറിയും ലഭിക്കും എന്നുള്ളതാണ്. പക്ഷെ 1 വർഷത്തേക്ക് മാത്രമായിരിക്കും ക്ലബ്ബ് കോൺട്രാക്ട് നൽകുക. 30 വയസ്സിന് മുകളിൽ പ്രായമുള്ള താരങ്ങൾക്ക് ഇതിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. യുവതാരങ്ങളെ മാത്രമാണ് ഇപ്പോൾ സൗദിക്ക് യൂറോപ്പിൽ നിന്നും ആവശ്യമായി വരുന്നത്. ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവാൻ പാടില്ല. ആകെ വേണ്ടത് നിലവിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ക്ലബിൽ നിന്നുള്ള ഒരു സർട്ടിഫിക്കറ്റും തങ്ങളുടെ പ്രകടന മികവ് തെളിയിക്കുന്ന ഒരു ഹൈലൈറ്റ് വീഡിയോയുമാണ്. ഇതുണ്ടെങ്കിൽ യൂറോപ്പിലെ ഏത് താരത്തിന് വേണമെങ്കിലും സൗദി അറേബ്യയിലെ 4th ഡിവിഷനിൽ കളിക്കാൻ വേണ്ടി അപ്ലൈ ചെയ്യാം. തിരഞ്ഞെടുക്കപ്പെടുന്ന താരങ്ങൾക്ക് പ്ലെയിൻ ടിക്കറ്റും വിസയും ഒക്കെ സൗദി നൽകുന്നുണ്ട് എന്നുള്ളതാണ്. 4th ഡിവിഷനിലാണ് ഈ താരങ്ങൾക്ക് കളിക്കാൻ സാധിക്കുക. യൂറോപ്പിൽ നിന്നും കൂടുതൽ പ്രതിഭകളെ അവരുടെ ആ ഒരു കരിയറിന്റെ തുടക്കകാലത്ത് തന്നെ കൊണ്ടുവന്ന് സൗദിയിലെ ഫുട്ബോൾ പരിപോഷിപ്പിക്കാനാണ് ഇപ്പോൾ ഇവർ ഉദ്ദേശിക്കുന്നത്. ഇത് ഫുട്ബോൾ ലോകത്ത് വലിയ രൂപത്തിൽ ചർച്ചയായിട്ടുണ്ട്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.